ക്വസ്റ്റ്യൻ ഇതാണ്, റെക്ടാങ്കുലർ കോളം ക്യാരിങ് ആൻ അൾട്ടിമേറ്റ് ലോഡ് ഓഫ് 1250 kilonewton. അപ്പോൾ അൾട്ടിമേറ്റ് ലോഡാണ്, ഫാക്ടർ ചെയ്തിട്ടുള്ള ലോഡാണ് തന്നിട്ടുള്ളത്. പിന്നെ അൾട്ടിമേറ്റ് മൊമെന്റ് അറ്റ് ടോപ്പ് എക്സ് ആക്സിസ് 40 kilonewton meter, അറ്റ് ടോപ്പ് വൈ ആക്സിസ് 50 kilonewton meter, അൾട്ടിമേറ്റ് മൊമെന്റ് അറ്റ് ബോട്ടം എക്സ് ആക്സിസ് 25 kilonewton meter, ബോട്ടം വൈ ആക്സിസ് 15 kilonewton meter. അപ്പോ ഒരു സ്ലെൻഡർ കോളം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ആ സ്ലെൻഡർ കോളത്തിന്റെ ടോപ്പിലുള്ള മൊമെന്റ്സും ബോട്ടത്തിലുള്ള മൊമെന്റ്സും നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, അതായത് ഒരു ലോങ് ആയിട്ടുള്ള കോളം ആണെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ആ കറസ്പോണ്ടിങ് ബീംസ് ആ കോളത്തിലേക്ക് വരുന്ന ടോപ്പിലുള്ള ബീംസ് ആ കോളത്തിലേക്ക് വരുന്ന മൊമെന്റ്സും ബോട്ടത്തിലുള്ള ബീംസ് ആ കോളത്തിലേക്ക് വരുന്ന മൊമെന്റ്സും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ടോപ്പില് എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ് 40, ടോപ്പിൽ വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 50, അതുപോലെ ബോട്ടത്തില് എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 25, ബോട്ടത്തിൽ വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 15. അപ്പം നമ്മൾ IS 456-2000 നോട്ട് നമ്മൾ വായിച്ച സമയത്ത് IS 456-2000 നമ്മൾ നോട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു ആ കോളത്തിന്റെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, പേജ് നമ്പർ 72. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾക്ക് കാണാം, ഇൻ ദ കേസ് ഓഫ് ബ്രേസ്ഡ് കോളം വിത്തൗട്ട് ട്രാൻസ്വേഴ്സ് ലോഡ്സ് ഒക്കറിംഗ് ഇൻ ഇറ്റ്സ് ഹൈറ്റ്, ദ അഡീഷണൽ മൊമെന്റ് ഷാൽ ബി ആഡഡ് ടു ആൻ ഇനീഷ്യൽ മൊമെന്റ് ഈക്വൽ ടു സം ഓഫ് 0.4 mu1 and 0.6 mu2, വേർ mu2 ഈസ് ദ ലാർജർ എൻ മൊമെന്റ് എന്ന് പറയുന്നുണ്ട്, അതുപോലെ mu1 എന്ന് പറയുന്ന സ്മോളർ എൻ മൊമെന്റ്. അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് എൻ മൊമെന്റ്സ് ആണ്, അതായത് ആ കോളത്തിന്റെ ടോപ്പ് എൻഡിലും ബോട്ടം എൻഡിലും അല്ലെങ്കിൽ ടോപ്പിലും ബോട്ടത്തിലും ഉള്ള മൊമെന്റ്സ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റും ഉണ്ട് ടോപ്പിലും ബോട്ടത്തിലും. അപ്പൊ അതിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ mu2 എന്ന് പറയുന്നത് ലാർജർ എൻഡ് മൊമെന്റ് ആയിരിക്കണം, അതേപോലെ mu1 എന്ന് പറയുന്നത് സ്മോളർ എൻഡ് മൊമെന്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ലാർജർ എൻഡ് മൊമെന്റ് എക്സ് ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് മൊമെന്റ്സ് ഉണ്ട്, ഒന്ന് ടോപ്പില് 40 kilonewton മീറ്ററും ബോട്ടത്തിൽ 15 kilonewton മീറ്ററും ഉള്ളത്. അപ്പൊ 25 kilonewton മീറ്ററും ഉള്ളത്. അപ്പൊ ഇതിൽ ഏതാ വലുത്? 14, 25 എടുക്കുമ്പോൾ ഇത് രണ്ടും എക്സ് ആക്സിസിലുള്ള മൊമെന്റ് ആണ്. അപ്പോൾ ഇത് ടോപ്പ് എക്സ് ആക്സിസിൽ, ഇത് ബോട്ടം എക്സ് ആക്സിസിലുള്ളത്. അപ്പൊ രണ്ടിലും വലുത് 40 kilonewton ആണ്. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് mu2x എന്ന് പറഞ്ഞ് എടുക്കേണ്ടത് 40 kilonewton മീറ്റർ ആണ്. വലുതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? mu2 എന്ന് പറയുന്ന ടേമായിട്ട് എടുക്കേണ്ടത്. അപ്പൊ mu2 കറസ്പോണ്ടിങ് ടു എക്സ് ആക്സിസ് mu2x എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യാണ്, അല്ലെങ്കിൽ mu(x2) എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം, ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പം mu2x എന്ന് പറഞ്ഞാൽ ഇവിടെ റെപ്രസെന്റ് ചെയ്യാണ്, അത് 40 kilonewton മീറ്റർ ആണ്. mu1x എന്ന് പറയുന്നത് 25 ആയിരിക്കും, സ്മോളർ എൻഡ് മൊമെന്റ് ആണ്. അതേപോലെ വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുമ്പോൾ ടോപ്പിൽ 50യും ബോട്ടത്തിൽ 15ഉം ആണ്. അപ്പൊ ഇതിൽ വലുത് 50 ആണ്. അപ്പോൾ mu2y എന്ന് പറയുന്നത് 50 kilonewton മീറ്റർ ആയിരിക്കും. mu1y എന്ന് പറയുന്നത് 15 kilonewton മീറ്റർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ mu2x 40, mu2y 50, mu1x 25 ആൻഡ് mu1y 15. അപ്പൊ ഈ ഒരു കാര്യം ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഓർത്തിരിക്കേണ്ട, സ്ലെൻഡർ കോളം ഡിസൈൻ ചെയ്യുമ്പോൾ ടോപ്പിലും ബോട്ടത്തിലുള്ള മൊമെന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യും. അതിൽ വലിയ വാല്യൂ ആണ് നമ്മൾ mu2 എന്ന് പറഞ്ഞ് എടുക്കുക, കറസ്പോണ്ടിങ് ടു എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. അതുപോലെ mu1 എന്ന് പറയുന്നിട്ട് സ്മോളർ എൻഡ് മൊമെന്റ്സ്. അൺസപ്പോർട്ടഡ് ലെങ്ത് ഈസിക്കൽ 6 മീറ്റർ. L ആണ് തന്നിട്ടുള്ള അൺസപ്പോർട്ടഡ് ലെങ്ത് 6 മീറ്റർ ആണ്. എഫക്റ്റീവ് ലെങ്ത് അബൌട്ട് എക്സ് ഡയറക്ഷൻ 4.75 മീറ്റർ, LEX 4.75 ആൻഡ് LEY 4.5 മീറ്റർ തന്നിട്ടുണ്ട്. ഹോൾ ആൻഡ് ഡയമെൻഷൻ ഈസ് 300/400, B 300 ആൻഡ് ക്യാപിറ്റൽ D 400 mm. അസ്യൂം ദ കോളം ഈസ് ബ്രേസ്ഡ്. അപ്പം ബ്രേസ്ഡ് കോളം ആണ്. ബ്രേസ്ഡ് കോളം എന്ന് കണ്ടു കഴിഞ്ഞാൽ രണ്ട് കണ്ടീഷൻ ഉണ്ടെന്ന് ഓർമ്മ വരണം. രണ്ട് കണ്ടീഷൻ എന്തൊക്കെയാണ്? ഒന്ന് സിംഗിൾ കർവേച്ചറിൽ ബെൻഡ് ചെയ്യുന്നത്, ഡബിൾ കർവേച്ചറിൽ ബെൻഡ് ചെയ്യുന്നത്. അപ്പൊ സിംഗിൾ കർവേച്ചറിൽ ബെൻഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതായത് ആ പർട്ടിക്കുലർ മൊമെന്റ് ആ കോളത്തിന്റെ ടോപ്പിലും ബോട്ടത്തിലും ഉള്ള ആ മൊമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലുള്ള മൊമെന്റ് ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ബീമിൽ നമ്മൾ സാഗിങ് മൊമെന്റ്, ഹോഗിങ് മൊമെന്റ് എന്ന് പറയുന്നത് പോലെ ആ ഒരു പർട്ടിക്കുലർ മൊമെന്റ് ഒരേ ഡയറക്ഷനിലാണ് ബെൻഡിങ് കൊണ്ടുവരുന്നെങ്കിൽ, ഒറ്റ ഡയറക്ഷനിലാണ് ബെൻഡിങ് കൊണ്ടുവരുന്നെങ്കിൽ അത് സിംഗിൾ കർവേച്ചറിൽ ബെൻഡ് ചെയ്യുന്നതാണ്. രണ്ട് ഡയറക്ഷൻ, അതായത് മൊമെന്റ്സ് രണ്ടും ഓപ്പോസിറ്റ് രീതിയിലാണ് അതിന്റെ എഫക്ട് കൊണ്ടുവരുന്നെങ്കിൽ, ബെൻഡിങ് കൊണ്ടുവരുന്നെങ്കിൽ അത് ഡബിൾ കർവേച്ചറിൽ ബെൻഡ് ചെയ്തതാണ്. അപ്പം ഡബിൾ കർവേച്ചറിൽ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ രണ്ട് എൻഡിലുള്ള മൊമെന്റ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്മോളർ എൻഡ് മൊമെന്റ്സ് മൈനസ് എന്നുള്ള രീതിയിൽ എടുക്കും. അതാണ് വ്യത്യാസം ഡബിൾ കർവേച്ചറിൽ വരുമ്പോൾ. അപ്പോൾ സിംഗിൾ കർവേച്ചറിലായതുകൊണ്ട് രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടും പ്ലസിൽ തന്നെ എടുക്കാം, രണ്ട് മൊമെന്റ്സ്.
ഓക്കെ, ടോപ്പ് എൻഡിലെയും ബോട്ടം എൻഡിലെയും നമുക്ക് പ്ലസ് തന്നെ എടുക്കാം. അപ്പൊ ആ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഇനീഷ്യൽ മൊമെന്റിൽ രണ്ടും പ്ലസ്സിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പം ബ്രേസ്ഡ് ആണ്, സിംഗിൾ കർവേച്ചർ ആണ് ബെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ക്വസ്റ്റിൽ പറഞ്ഞു. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. ഓക്കെ, ഇനി ചിലപ്പം റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് സ്വേ എന്നായിരിക്കും തരിക. ദ കോളം ഈസ് റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് സ്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് വൈസിലുള്ള മൂവ്മെന്റ് സ്വേ എന്ന് പറയുന്നത് അല്ലെ. അപ്പം അതിനെ റിസ്ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ റെസ്ട്രിക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ തന്നു കഴിഞ്ഞാലും ഈ കോളം ബ്രേസ്ഡ് ആണെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വേണമെങ്കിലും പറയാം. അപ്പൊ നമ്മൾ അത് സ്യൂട്ടബിൾ ആയിട്ട് ഇന്നതാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കാം. പിന്നെ FCK 30 ന്യൂട്ടൺ പെർ mm² തന്നിട്ടുണ്ട്. FY 415 ന്യൂട്ടൺ പെർ mm² തന്നിട്ടുണ്ട്. അതുപോലെ ഡിസൈൻ ദ റീഇൻഫോഴ്സ്മെന്റ് സ്പ്ലെൻഡർ കോളം. അപ്പൊ സ്പ്ലെൻഡർ കോളത്തിൽ റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഏത് ടൈപ്പ് കോളം ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, സ്പ്ലെൻഡർ കോളം ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ 4 മൊമെന്റ്സ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. MU2X-ഉം MU1X-ഉം MU2Y-ഉം MU1Y 4 മൊമെന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ, ടോപ്പിലെയും ബോട്ടത്തിലെയും മൊമെന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എടുക്കുന്ന ഏതിലാ? സ്പ്ലെൻഡർ കോളം ഡിസൈൻ ചെയ്യുമ്പോഴാണ്. അപ്പൊ സ്പ്ലെൻഡർ കോളത്തിന്റെ ഡിസൈൻ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ കൺസെപ്റ്റ് പ്രകാരം നമുക്ക് മുന്നോട്ട് പോകും. അപ്പൊ ഗിവൺ ഡാറ്റ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. PU1250 കിലോന്യൂട്ടൺ, MU2X 40 കിലോന്യൂട്ടൺ മീറ്റർ, MU2Y 50 കിലോന്യൂട്ടൺ മീറ്റർ, MU1X 25 കിലോന്യൂട്ടൺ മീറ്റർ, MU1Y 15 കിലോന്യൂട്ടൺ മീറ്റർ, L 6 മീറ്റർ, LEX 4.75 മീറ്റർ, LEY 4.5 മീറ്റർ, B 300, D 400, FCK 30, FY 415 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഗിവൺ ഡാറ്റ. ഇനി ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം. അപ്പം ഞാൻ വേറെ തിയറി പോലെ സ്റ്റെപ്സ് പറയുന്നില്ല. ഇതിന്റെ അകത്തുനിന്ന് നിങ്ങൾ സ്റ്റെപ്സ് തിയറി ചോദിക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലത്തിലുള്ള സ്റ്റെപ്പ് ഒന്ന് നിങ്ങൾക്ക് തിയറി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പം ആ രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക ഓരോ സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലെൻഡർനെസ് റേഷ്യോ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സ്ലെൻഡർനെസ് റേഷ്യോ ചെക്ക് ചെയ്തിട്ട് ഇത് ലോങ് കോളം ആണെന്നുള്ള ഉറപ്പ് വരുത്തുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ഗ്രേറ്റർ ദാൻ 12 കിട്ടിയാൽ മതി സ്ലെൻഡർനെസ് റേഷ്യോ. അതായത് നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോ ചെക്ക് ചെയ്യുമ്പോൾ LEX/D അല്ലെങ്കിൽ LEY/B ഇതിൽ ഏതെങ്കിലും ഒന്ന് ഗ്രേറ്റർ ദാൻ 12 ആയാൽ നമുക്ക് അത് ലോങ് കോളം എന്ന് പറഞ്ഞ് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ചില കേസിൽ രണ്ടും ഗ്രേറ്റർ ദാൻ 12 ആയിരിക്കും, ചില കേസിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ഗ്രേറ്റർ ദാൻ 12 വരുന്നത്. ഏതെങ്കിലും ഒരെണ്ണം ഗ്രേറ്റർ ദാൻ 12 വന്നാൽ അത് സ്ലെൻഡർ കോളം എന്നുള്ള രീതി തന്നെയാണ്. ഓക്കെ, അപ്പൊ സ്ലെൻഡർനെസ് റേഷ്യോ സ്റ്റെപ്പ് 1. അപ്പൊ LEX/D നമുക്ക് ചെക്ക് ചെയ്യാം. LEXന്റെ വാല്യൂ 4.75 മീറ്റർ ആണ്. അപ്പൊ 4750 ഡിവൈഡ് ബൈ 400 ദാറ്റ് ഈസ് 11.875 കിട്ടും. ദാറ്റ് ഈസ് ലെസ് ദാൻ 12 ആണ്. രണ്ടാമത്തത് LEY/B. LEYന്റെ വാല്യൂ 4.5 മീറ്റർ ആണ്. അപ്പോൾ അത് MM-ലേക്ക് മാറ്റി 4500 ഡിവൈഡ് ബൈ 300 ചെയ്തപ്പോൾ 15 കിട്ടി. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 12 എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സ്ലെൻഡർനെസ് റേഷ്യോ LEY/B എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 12 ആയതുകൊണ്ട് അത് ലോങ് കോളം എന്നുള്ള കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താം. Since the slenderness ratio is greater than 12 in any of the axis, the column is long column. അപ്പോൾ ഇവിടെ y ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ലെൻഡർനെസ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 12 ആയതുകൊണ്ട് ഈ കോളം ലോങ് ആണെന്നുള്ള ആ കൺക്ലൂഷനിലേക്ക് എത്തി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, നമുക്കിപ്പം ഇനീഷ്യൽ മൊമെന്റ് നമ്മൾ എടുക്കുന്ന സമയത്ത്, അതായത് ടോട്ടൽ ഡിസൈൻ മൊമെന്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ മൊമെന്റ് പ്ലസ് അഡീഷണൽ മൊമെന്റ് ആണല്ലോ ശരിക്കും. MUX MUY നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള വാല്യൂലേക്ക് എത്തുന്നത് ഇനീഷ്യൽ മൊമെന്റ് പ്ലസ് അഡീഷണൽ മൊമെന്റ് ആണ്. അപ്പൊ ഇനീഷ്യൽ മൊമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ പ്രകാരമുള്ള ഇനീഷ്യൽ മൊമെന്റും അതുപോലെ മിനിമം എക്സെൻട്രിസിറ്റി കാരണമുള്ള മൊമെന്റും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏതാണോ വലുത് അതാണ് അഡീഷണൽ മൊമെന്റ് കൂടെ ആഡ് ചെയ്യാന്നുള്ളത് ഞാൻ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് എന്ത് ചെയ്യാം? മിനിമം എക്സെൻട്രിസിറ്റി കണ്ടുപിടിച്ചിട്ട് അതിനുശേഷം മിനിമം എക്സെൻട്രിസിറ്റി കാരണമുള്ള മൊമെന്റ് കണ്ടുപിടിക്കുന്ന തേർഡ് സ്റ്റെപ്പും ചെയ്യാം. അപ്പൊ സ്റ്റെപ്പ് 2 എന്ന് പറയുന്ന മിനിമം എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ മിനിമം എക്സെൻട്രിസിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കണം. അതായത് EX മിനിമം ആൻഡ് EY മിനിമം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ രണ്ടും കറസ്പോണ്ടിങ് ആയിട്ട് എക്സെൻട്രിസിറ്റി എത്രയാ വരുന്നത് എന്നുള്ള നോക്കുക. ആ വാല്യൂ അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ EX മിനിമം എന്ന് പറയുന്നത് എത്രയാ? നമുക്ക് ഇക്വേഷൻ അറിയാം. എക്സെൻട്രിസിറ്റി മിനിമം എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അൺസപ്പോർട്ടഡ് ലെങ്ത് ഡിവൈഡ് ബൈ 500 പ്ലസ് ലാറ്ററൽ ഡയമെൻഷൻ ബൈ 30 എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇവിടെ അൺസപ്പോർട്ടഡ് ലെങ്ത് എന്ന് പറയുന്നത് 6000 mm ആണ്, അതായത് 6 മീറ്റർ ആണ്. അപ്പം 6000 ഡിവൈഡ് ബൈ 500 പ്ലസ് ഇപ്പം EX ആയതുകൊണ്ട് നമ്മൾ അവിടെ ലാറ്ററൽ ഡയമെൻഷൻ കൊടുക്കേണ്ടത് D ആണ്. അതുപോലെ EY ആണെങ്കിൽ ലാറ്ററൽ ഡയമെൻഷൻ നമ്മൾ അവിടെ B ആണ് കൊടുക്കേണ്ടത്.
ഓക്കെ, അപ്പൊ ഇ എക്സ് മിനിമം എന്ന് പറയുന്നത് L/500 പ്ലസ് D/30 ആണ്. ലാറ്റർ ഡയമെൻഷൻ ഡി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇ എക്സ് ആണ്. അതുപോലെ ലാറ്റർ ഡയമെൻഷൻ ബി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇ വൈ ആണ്. അപ്പൊ ഇ എക്സ് മിനിമം ഈസ് ഈക്വൽ ടു 6000 ഡിവൈഡ് ബൈ 500 പ്ലസ് 400 ഡിവൈഡ് ബൈ 30, ദാറ്റ് ഈസ് 25.33 mm എന്ന് പറഞ്ഞ് കിട്ടും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 20 mm. അപ്പൊ ഇ എക്സ് മിനിമം എന്ന് പറയുന്നത് 25.33 mm ആണ്. ഇ എക്സ് മിനിമം ലെസ് ദാൻ 20 ആണെങ്കിലോ നമ്മൾ ഇ എക്സ് മിനിമം എന്നുള്ള 20 തന്നെ എടുക്കും അല്ലെ. മിനിമം വാല്യൂ 20 വേണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 20 ആയിട്ട് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കിയത്. ഇനി അടുത്ത ഇ വൈ മിനിമം എടുക്കാം. ഇ വൈ മിനിമം എന്ന് പറയുമ്പോൾ L/500 പ്ലസ് D/30, അവിടെ ബി ആയിട്ടുണ്ട് ഇ വൈ മിനിമം ആവുമ്പോൾ. അപ്പൊ 6000/500 പ്ലസ് 300/30 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 22 mm പറഞ്ഞാൽ കിട്ടുക. അത് ഗ്രേറ്റർ ദാൻ 20 ആണ്. അപ്പൊ ഇ വൈ മിനിമം 22 mm എന്നുള്ളത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പി എക്സ് മിനിമം ഇ വൈ മിനിമം കണ്ടുപിടിച്ചു. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത്. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് മൊമെന്റ് ഡ്യൂ ടു മിനിമം എക്സെൻട്രിസിറ്റി, അതായത് ഈ മിനിമം എക്സെൻട്രിസിറ്റി കാരണമുള്ള മൊമെന്റ് കണ്ടുപിടിക്കുന്നതാണ് തേർഡ് സ്റ്റെപ്പ്. അപ്പം മൊമെന്റ് ഡ്യൂ ടു മിനിമം എക്സെൻട്രിസിറ്റി എന്നുള്ളത് mu EX ഉം mu EY എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ നിങ്ങൾക്കറിയാം ഇ എന്ന് പറയുന്നത് എന്താ, mu/pu എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതിന്റെ അകത്ത് mu എന്ന് പറയുന്നത് എന്താ, ശരിക്കും pu ഇൻറ്റു എക്സെൻട്രിസിറ്റി എന്നുള്ളതാണ്. അപ്പൊ മിനിമം എക്സെൻട്രിസിറ്റി കാരണമുള്ള മൊമെന്റ് എന്ന് പറയുമ്പോൾ pu ഇൻറ്റു EX മിനിമം, അതുപോലെ തന്നെ pu ഇൻറ്റു EY മിനിമം ആണ് വരിക. ഓക്കെ, ലോഡ് ഇൻറ്റു എക്സെൻട്രിസിറ്റി. അപ്പൊ മിനിമം എക്സെൻട്രിസിറ്റി കാരണമുള്ള മൊമെന്റ് ആണ്. അപ്പൊ അതിനെ നമുക്ക് mu EX എന്നും അതുപോലെ mu EY എന്നും പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം, മിനിമം എക്സെൻട്രിസിറ്റി കാരണമുള്ള മൊമെന്റ്. അപ്പൊ mu EX എന്ന് പറയുമ്പോൾ pu ഇൻറ്റു EX മിനിമം ആണ്. pu എന്ന് പറയുന്നത് 1250 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ അല്ലെങ്കിൽ 1250 കിലോ ന്യൂട്ടൺ ആണ്. ഇൻറ്റു EX മിനിമം എന്ന് പറയുന്നത് 25.33 mm ആണ്. അപ്പൊ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 31.66 ഇൻറ്റു 10⁻6 ന്യൂട്ടൺ mm എന്ന് പറഞ്ഞു കിട്ടും. ദാറ്റ് ഈസ് mu EX ഈസ് ഈക്വൽ ടു 31.66 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞു. ഓക്കെ, അതായത് കണ്ടുപിടിച്ച EX മിനിമത്തിന്റെ കൂടെ pu മൾട്ടിപ്ലൈ ചെയ്തു, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് mu EY എന്ന് പറയുമ്പോൾ pu ഇൻറ്റു EY മിനിമം എന്നുള്ളതാണ്. അപ്പൊ pu 1250 ഇൻറ്റു 10⁻³ ഇൻറ്റു 22. ഓക്കെ, EY മിനിമം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 27.5 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്കിവിടെ മൊമെന്റ് ഡ്യൂ ടു മിനിമം എക്സെൻട്രിസിറ്റിയും കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ ഡിസൈൻ മൊമെന്റ് അല്ലെങ്കിൽ ഡിസൈൻ മൊമെന്റ് എടുക്കുമ്പോൾ ഇനീഷ്യൽ മൊമെന്റ് പ്ലസ് അഡീഷണൽ മൊമെന്റ് എടുക്കുക. അതിൽ ഇനീഷ്യൽ മൊമെന്റിൽ മിനിമം എക്സെൻട്രിസിറ്റി കാരണമുള്ള മൊമെന്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ മൊമെന്റ് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്, അതിൽ ഏതാണോ വലുത് അതാണ് നമ്മൾ അഡീഷണൽ മൊമെന്റിന്റെ കൂടെ ആഡ് ചെയ്യുക അല്ലെ. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ട ആവശ്യമായിട്ടുള്ള മൊമെന്റ് ഡ്യൂ ടു മിനിമം എക്സെൻട്രിസിറ്റി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, mu EX 31.66 ഉം mu EY 27.5 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, എക്സെൻട്രിസിറ്റി കാരണമുള്ള മൊമെന്റ് ആയിട്ടുണ്ട് അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനീഷ്യൽ മൊമെന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനീഷ്യൽ മൊമെന്റ് എന്ന് പറയുമ്പോൾ mu IX ഉം mu IY ഉം കണ്ടുപിടിക്കണം, ഇനീഷ്യൽ മൊമെന്റ്. ഓക്കെ, അപ്പൊ കോഡ് പറയുന്നത് ഇനീഷ്യൽ മൊമെന്റ് കണ്ടുപിടിക്കാനായിട്ട് കോഡ് പറയുന്നത് IS 456-2000 പറയാണ്, additional moment shall be added to an initial moment. Initial moment എന്തിന് ഈക്വൽ ടു സം ഓഫ് 0.4 mu1 ആൻഡ് 0.6 mu2. അതായത് 0.4 mu1 പ്ലസ് 0.6 mu2 എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, എന്നാൽ ഇവിടെ പറയുന്നു ബ്രാക്കറ്റിൽ അസ്യൂംഡ് നെഗറ്റീവ് ഇഫ് ദ കോളം ഈസ് ബെൻഡ് ഇൻ ഡബിൾ കർവേച്ചർ. അതായത് mu1 എന്ന് പറയുന്ന വാല്യൂ നെഗറ്റീവ് ആയിട്ട് അസ്യൂം ചെയ്യും കോളം ഡബിൾ കർവേച്ചറിൽ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, എന്നാൽ ഇവിടെ സിംഗിൾ കർവേച്ചറിലാണ് ബെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിംഗിൾ കർവേച്ചറിൽ ബെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് 0.4 mu1 പ്ലസ് 0.6 mu2 രണ്ടും പ്ലസിൽ തന്നെ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ആ രീതിയിൽ എടുക്കാം. അപ്പൊ mu സ്റ്റെപ്പ് 4 ഇനീഷ്യൽ മൊമെന്റ്സ് ആണ്. അപ്പൊ 39.7.1 നോട്ട്സിൽ നോക്കിയിട്ടാണ് നമ്മൾ ആ ഇക്വേഷൻ എടുക്കുന്നത് ഇനീഷ്യൽ മൊമെന്റ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ സിൻസ് ദ കോളം ഈസ് ബെൻഡ് ഇൻ സിംഗിൾ കർവേച്ചറിൽ ബെൻഡ് ചെയ്തുകൊണ്ട് mu IX എന്ന് പറയുന്നത് 0.4 mu1x പ്ലസ് 0.6 mu2x ആണ് അല്ലെ. ഇക്വേഷനിൽ പറയുന്നത് എന്താണ്, 0.4 mu1 പ്ലസ് 0.6 mu2 എന്നല്ലേ പറയുന്നത്. അപ്പൊ ഇത് രണ്ട് ഡയറക്ഷനിലും നമ്മൾ ചെക്ക് ചെയ്യണം, എക്സ് ആക്സിസിനും വൈ ആക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ചെക്ക് ചെയ്യണം. അപ്പൊ mu IX എന്ന് പറയുന്നത് ഇനീഷ്യൽ മൊമെന്റ് കറസ്പോണ്ടിങ് ടു എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് 0.4 mu1x ഉം 0.6 mu2x ഉം തമ്മിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ mu1x mu2x എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പം ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. mu IX എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായിരിക്കും 0.4 ഇൻറ്റു 25. mu1x 25 ആണ് ക്വസ്റ്റിൽ തന്നിട്ടുള്ളത്. അതേപോലെ mu2x നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുള്ള 40 ആണ്. അപ്പം പ്ലസ് 0.6 ഇൻറ്റു 40. അപ്പൊ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 34 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ mu IX എന്ന് പറയുന്നത്
ഇക്വേഷൻ പ്രകാരം, അതായത് ഇനീഷ്യൽ മൊമെന്റ് ഇൻ നെക്സ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് 34 kN മീറ്റർ ആണ്. ഓക്കെ, എന്നാൽ അത് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല, ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ വേറൊരു ചെക്കും കൂടി ചെയ്യണം. അതിവിടെ നോട്ടിൽ പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന ഇതാണ്: ഇൻ നോ കേസ് ഷാൾ ദ ഇനീഷ്യൽ മൊമെന്റ് ബി ലെസ് ദാൻ 0.4 MU2. ഓക്കെ, അപ്പൊ ഒരു കാരണവശാലും ഇനീഷ്യൽ മൊമെന്റ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം കണ്ടുപിടിച്ചിരിക്കുന്ന ഇനീഷ്യൽ മൊമെന്റ് 0.4 MU2-നേക്കാളും കുറയാൻ പാടില്ല. അതായത് 0.4 MU2x-ഉം അതുപോലെ തന്നെ 0.4 MU2y-നേക്കാളും നമ്മൾ കറസ്പോണ്ടിങ് ഡയറക്ഷനിൽ കണ്ടുപിടിച്ചിട്ടുള്ള മൊമെന്റ്, ഇനീഷ്യൽ മൊമെന്റ് കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഈ 0.4 MU2-നേക്കാളും കൂടുതൽ വേണം. കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഇനീഷ്യൽ മൊമെന്റുമായിട്ട് തന്നെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ കേസിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ 0.4 MU2x എന്ന് പറയുന്നത് എത്രയായിരിക്കും? MU2x-ന്റെ വാല്യൂ 40 ആണ്. അപ്പം 0.4 MU2x എന്ന് പറയുമ്പോൾ 16 kN ആയിരിക്കും 0.4 MU2x കിട്ടുന്നത്. അതേപോലെ നമുക്ക് MU-ix കിട്ടിയ 34 ആണ് അല്ലെ. ഇനീഷ്യൽ മൊമെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0.4 MU2x, അതായത് 34 16-നേക്കാളും കൂടുതലാണ്, അതുകൊണ്ട് ഓക്കെ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനീഷ്യൽ മൊമെന്റ് ഒരു കാരണവശാൽ ഇതിനേക്കാളും കുറയാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ 34 എന്ന് പറയുന്ന 16-നേക്കാളും കൂടുതലായതുകൊണ്ട് MU-ix ഈസ് ഗ്രേറ്റർ ദാൻ 0.4 MU2x എന്നുള്ള കൺസെപ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, MU-ix എന്നുള്ളത് 34 എന്ന് തന്നെ പറഞ്ഞെടുക്കാം. MU-ix ഗ്രേറ്റർ ദാൻ 0.42 MU2x ആയതുകൊണ്ട്. അപ്പൊ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ MU-ix നമ്മൾ തീരുമാനാക്കി. ഇനി MU-iy നമുക്ക് കണ്ടുപിടിക്കണം. MU-iy കണ്ടുപിടിക്കാൻ സെയിം ഇക്വേഷൻ. ഇവിടെ MU-1x കൊടുത്ത സ്ഥാനത്ത് MU-1y വരും, MU-2x കൊടുത്ത സ്ഥാനത്ത് MU-2y വരും. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.4 MU-1y പ്ലസ് 0.6 MU-2y ആണ് വരിക MU-iy എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.4 into MU-1y എന്ന് പറയുന്ന 15 ആണ്, MU-2y എന്ന് പറയുന്ന 50 ആണ്. ഓക്കെ, അപ്പൊ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 36 kN എന്ന് പറഞ്ഞു കിട്ടും. എന്നാൽ അത് നമ്മൾ ഉറപ്പിക്കാനായിട്ടില്ല, നമ്മളൊരു വാല്യൂ ചെക്ക് ചെയ്യണം. ആ ചെക്ക് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.4 MU2y ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ 0.4 MU2y എന്ന് പറയുന്നത് 0.4 into 50 20 kN കിട്ടും. അപ്പൊ ഇതിൽ ഏതാ വലുത്? MU-iy, ഇനീഷ്യൽ മൊമെന്റ് ആ വലുത് അല്ലെ. ഇനീഷ്യൽ മൊമെന്റ് 0.4 MU2y-നേക്കാൾ വലുതായതുകൊണ്ട് ഓക്കെ ആണ്. ഇൻ കേസ് കുറവാണെങ്കിൽ, ഓക്കെ, ഇപ്പം MU-iy എന്ന് പറയുന്നത് 0.4 MU2y-നേക്കാളും കുറവാണ് വരുന്നെങ്കിൽ നമ്മൾ അവിടെ ഇനീഷ്യൽ മൊമെന്റ് ആയിട്ട് എടുക്കേണ്ടത് 0.4 MU2y ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ 0.4 MU2x ആയിരിക്കണം. MU-iy കുറയുമ്പോൾ നമ്മൾ അവിടെ ഇനീഷ്യൽ മൊമെന്റ് ആയിട്ട് എടുക്കേണ്ടത് 0.4 MU2 എന്ന് പറയുന്ന വാല്യൂ ആണ് ഓരോ ഡയറക്ഷനിലും. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇവിടെ രണ്ട് കേസിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഇനീഷ്യൽ മൊമെന്റ് ഗ്രേറ്റർ ദാൻ 0.4 MU2 ആണ് രണ്ട് ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം, MU-iy എന്നുള്ളതും ഈ കിട്ടിയിരിക്കുന്ന 36 kN എടുക്കാം. അപ്പൊ നമ്മളെ ലാസ്റ്റ് കൺക്ലൂഷൻ MU-ix എന്നുള്ളത് 34 kN ആണ്, MU-iy എന്നുള്ളത് 36 kN ആണ്. ഓക്കെ, സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് അഡീഷണൽ മൊമെന്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇനി വരുന്ന സ്റ്റെപ്സ് ശ്രദ്ധിക്കണം. അഡീഷണൽ മൊമെന്റ് കണ്ടുപിടിച്ചിട്ട് ആ അഡീഷണൽ മൊമെന്റിനെ മോഡിഫൈ ചെയ്യണം. ആ റിഡക്ഷൻ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ള അഡീഷണൽ മൊമെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇനി വരുന്ന രണ്ട് സ്റ്റെപ്സ്. ഓക്കെ, അപ്പൊ ആദ്യം അഡീഷണൽ മൊമെന്റ് കണ്ടുപിടിക്കുക, അതിനുശേഷം റിഡക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കുക, അതിനുശേഷം ആ റിഡക്ഷൻ ഫാക്ടർ അഡീഷണൽ മൊമെന്റ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള അഡീഷണൽ മൊമെന്റ് കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് അഡീഷണൽ മൊമെന്റ് ആക്കി മാറ്റാം. അതാണ് ചെയ്യാനുള്ളത്. ഇപ്പൊ ഞാനിവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. MAX എന്ന് പറയുന്ന PUD ഡിവൈഡ് ബൈ 2000 into LEX by D whole square. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. അപ്പൊ PU എന്ന് പറയുന്ന 1250. ഓക്കെ, അത് ഓക്കെ നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. ഈ നേരത്തെ ഓക്കെ കിലോന്യൂട്ടൺ MM-ലാണ് കിട്ടുന്നത്. ഓക്കെ, കിലോന്യൂട്ടൺ MM. അപ്പം 1250 എന്ന് പറയുന്നത് കിലോന്യൂട്ടണിലാണ്, ബാക്കിയുള്ള ടേംസ് എല്ലാം MM-ലാണ്. ഓക്കെ, 400 അതുപോലെ 4750 400 MM-ലാണ് വരുന്നത്. അപ്പോൾ ആ വാല്യൂസ് ഒക്കെ MM-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തിലായിരിക്കും? കിലോന്യൂട്ടൺ MM-ലായിരിക്കും. കാരണം 1250 നമ്മൾ കിലോന്യൂട്ടണിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ബാക്കിയുള്ള ടേംസ് ഒക്കെ MM-ലാണ്. LEX-നെ MM-ലാക്കി. ഓക്കെ, അതായത് 4.75 മീറ്റർ എന്നുള്ള MM-ലാക്കി കൊടുക്കും. അപ്പൊ MAX എന്നുള്ള 35.25 kN നമുക്ക് കിട്ടും. അതിനുശേഷം MAY എന്ന് പറയുന്ന PUD by 2000 into LEY by B whole square. ഓക്കെ, അപ്പൊ MAX-ഉം MAY-യും കണ്ടുപിടിക്കുന്നതിൽ ഇവിടെ
ഡി ആണ് കൊടുത്തെങ്കിൽ ഇവിടെ ബി ആ കൊടുക്കണ്ടേ. അതേപോലെ ഇവിടെ സ്ലെൻഡർനെസ് റേഷ്യോന്റെ സ്ക്വയർ ആണ് എടുത്തിട്ടുള്ളത് രണ്ട് കറസ്പോണ്ടിങ് ഡയറക്ഷനിൽ. LE(x/d)യും ഇവിടെ LE(y/bu) ആണ്. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് MAy എന്ന് പറയുന്നത് 42.1875 into 10⁻³ kN/mm, ദാറ്റ് ഈസ് 42.1875 kN/m. അപ്പൊ അഡീഷണൽ മൊമെന്റ് നമ്മൾ രണ്ട് ഡയറക്ഷനിലുള്ള കണ്ടുപിടിച്ചു അല്ലെ. അപ്പൊ അഡീഷണൽ മൊമെന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിഡക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കണം അല്ലെ. റിഡക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു മാക്സിമം സ്ട്രെയിൻ വരുന്ന കേസിൽ, അതായത് ആ സ്റ്റീൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പൊസിഷനിലും ആ കോൺക്രീറ്റിലെ മാക്സിമം സ്ട്രെയിനും കറസ്പോണ്ടിങ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്ന ഇക്വേഷൻ ആണ് IS 456 കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ. അപ്പൊ ആക്ച്വലി ഇത്രയും മൊമെന്റ്, അഡീഷണൽ മൊമെന്റ് അവിടെ വരണമെന്നില്ല. അപ്പൊ അതിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം. അപ്പൊ കോഡിൽ പറയുന്നു ദ വാല്യൂസ് ഗിവൺ ബൈ ഇക്വേഷൻ 39.7 may be 39.7.1 may be multiplied by the following factor. അപ്പൊ K എന്ന് പറയുന്ന ഒരു റിഡക്ഷൻ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുന്നു. അപ്പൊ അത് ആ റിഡക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് PUZ minus PU by PUZ minus PB എന്നുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം, 1-നേക്കാളും കുറവായിരിക്കണം വരേണ്ടത് അല്ലെ. റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1-നേക്കാളും കുറവായിരിക്കും ആ വാല്യൂ വരേണ്ടത്. അപ്പൊ ഇവിടെ PUZ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാലോ. കോഡില് 39.6 കൊടുത്തിട്ടുണ്ട്. 39.6 PUZ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി ബൈ ആക്സിൽ ബെൻഡിങ്ങിന്റെ പ്രോബ്ലം ചെയ്തപ്പോൾ നോക്കിയതാണ്, നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം PU എന്ന് പറയുന്ന വാല്യൂ നമുക്ക് പോസ്റ്റിൽ തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെയുള്ള PB എന്ന് പറയുന്ന വാല്യൂ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ രണ്ട് ഡയറക്ഷനിലും നമുക്ക് മൊമെന്റ് ഉണ്ടല്ലോ, MAXഉം MAYഉം ഉണ്ട്. അപ്പൊ രണ്ട് ഡയറക്ഷനിലുള്ള മൊമെന്റിനെ നമ്മൾ എന്ത് ചെയ്യണം, മോഡിഫൈ ചെയ്യണം. അപ്പം KXഉം KYഉം ഉണ്ടാവും. ഓക്കെ, രണ്ട് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് റിഡക്ഷൻ ഫാക്ടർ ഉണ്ടാവും. അപ്പൊ അത് എവിടെയാ ഇക്വേഷനിൽ വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത് KX എന്ന് പറയുന്നത് എന്താണ്, PUZ minus PU divided by PUZ minus PBX ആയിരിക്കും KX ആണെങ്കിൽ. KY ആണെങ്കിൽ ഇക്വേഷനിൽ PBY ആയിരിക്കും. ഓക്കെ, PBXഉം PBY ആയിരിക്കും. KX ആൻഡ് KY വരുമ്പോൾ മാറ്റം വരുന്നത് ആ ഇക്വേഷനിൽ. KX ആകുമ്പോൾ ആ ഇക്വേഷനിൽ PBX വരും, KY ആകുമ്പോൾ ആ ഇക്വേഷനിൽ PBY എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അപ്പം PUZ നമുക്ക് കണ്ടുപിടിക്കാം. PB ആണ് ഇനി കണ്ടുപിടിക്കാനുള്ളത്. PB കണ്ടുപിടിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പേജ് നമ്പർ 171 അല്ലെ, SP16 പേജ് നമ്പർ 171 അകത്ത് നിന്ന് നമുക്ക് PBXന്റെയും PBYന്റെയും വാല്യൂ കണ്ടുപിടിക്കാന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ റിഡക്ഷൻ ഫാക്ടർ ഇക്വേഷൻ ഇതാണ്. K is equal to PUZ minus PU by PUZ minus PB shall be less than or equal to 1. KXന്റെ ഇക്വേഷൻ അപ്പൊ എന്താ വരിക, PUZ minus PU divided by PUZ minus PBX. അതുപോലെ KYന്റെ ഇക്വേഷൻ വരുന്നത് PUZ minus PU divided by PUZ minus PBY എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം PUZ വാല്യൂ കണ്ടുപിടിക്കാം. PUZ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 0.45 FCKAC plus 0.75 FIAC കോഡിന്ന് കിട്ടുന്നതാണ്. അപ്പൊ ഇതില് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പം നിങ്ങൾ സ്ലെൻഡർ കോളത്തിന്റെ പ്രോബ്ലം ആണെങ്കിൽ, സ്ലെൻഡർ കോളം അതായത് ലോങ് കോളത്തിന്റെ ഡിസൈനിൽ വരുന്ന കേസ് ആണെങ്കിൽ നിങ്ങൾ മിനിമം അസ്യൂം ചെയ്യുന്നത് എപ്പോഴും 3% അസ്യൂം ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം സേഫ് ആവാൻ, അതായത് ചിലപ്പോൾ നമ്മൾ 3% കുറവ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് വരില്ല. ഓക്കെ, അപ്പം മിനിമം 3% എടുക്കുന്ന നല്ലതായിരിക്കും. ബൈ ആക്സൽ ബെൻഡിങ്ങിന്റെ കേസിൽ ഒരു മിനിമം 2% എടുത്താലും ഏകദേശം സാറ്റിസ്ഫൈ ആവും. എന്നാൽ സെൻട്രൽ കോളത്തിന്റെ കേസ് 3% തന്നെ അസ്യൂം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അതിൽ കുറവ് അസ്യൂം ചെയ്യുമ്പോൾ, അതായത് 1%ഉം 1.5 ഒക്കെ അസ്യൂം ചെയ്യുമ്പോൾ ചിലപ്പോൾ റീഡിസൈൻ ചെയ്യേണ്ടതായിട്ടുള്ള കേസ് വരും. അതുകൊണ്ട് സെൻട്രൽ കോളത്തിന്റെ കേസിൽ ഒരു 3% അസ്യൂം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാനിവിടെ 3% അസ്യൂം ചെയ്തു. അതുപോലെ റീഇൻഫോഴ്സ്മെന്റ് 4 സൈഡിലും ഒരുപോലെ കൊടുക്കുന്നു എന്നുള്ള രീതിയിലും അസ്യൂം ചെയ്തു. ഓക്കെ, അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. 2 സൈഡിൽ ഈക്വൽ ആയിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ 4 എടുക്കാം, അത് നിങ്ങളെ ഇഷ്ടമാണ്. അപ്പൊ ഞാനിവിടെ 3% അസ്യൂം ചെയ്തു. അതുപോലെ റീഇൻഫോഴ്സ്മെന്റ് എല്ലാ സൈഡിലും ഒരുപോലെ കൊടുക്കുന്നു എന്നുള്ള രീതിയിലും അസ്യൂം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ASC വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. ASC എന്ന് പറയുമ്പോൾ 3% ഓഫ് ഗ്രോസ് ഏരിയ ആയിരിക്കും, അതായത് 3/100 into AG. ഓക്കെ, അപ്പൊ 3/100 into 300 into 400 ആണ് AG വരുന്നത്. അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ 3600 mm² നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ASC. അതേപോലെ AC എന്ന് പറയുന്ന വാല്യൂ AG മൈനസ് ASC ആണ്. അപ്പൊ ഗ്രോസ് ഏരിയ 3600 മൈനസ് ചെയ്താൽ 116,400 mm² എന്നുള്ള രീതിയിൽ കിട്ടും. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ PUZ വാല്യൂ ഈസ് ഈക്വൽ ടു 0.45 into 30 into 116,400 plus 0.75 into 415 into 3600, that is 2691.9 kilonewton എന്ന് പറഞ്ഞ് കിട്ടും.
പി യു ഇസഡ് വാല്യൂ. അപ്പൊ നമുക്ക് പി യു ആയി പി യു ഇസഡ് ആയി. ഇനി ആ ഇക്വേഷനിൽ പി ബി വാല്യൂ ആണ് വേണ്ടത് അല്ലെ, അതായത് പി ബി എക്സും പി ബി വൈയും വേണം. എന്നാൽ നമുക്ക് കറസ്പോണ്ടിങ് കെ എക്സും കെ വൈയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് SP16 പേജ് നമ്പർ 171 ഇത് പറയുന്നത്. SP16 എടുക്കാം. SP16 പേജ് നമ്പർ 171, SP16 പേജ് നമ്പർ 171 എടുക്കണം. പേജ് നമ്പർ 171 വരുമ്പോ അതിലൊരു ഇക്വേഷനും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ടേബിൾസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് പേജ് നമ്പർ 171, ടേബിൾ 60. ഇപ്പോൾ സ്ലെൻഡർ കംപ്രഷൻ മെമ്പറിൽ വാല്യൂസ് ഓഫ് പി ബി എടുക്കുന്നത് ഇതിന്റെ അകത്തുനിന്നാണ്. അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് കാണാം. റെക്ടാങ്കുലർ സെക്ഷൻ ആണ് നമ്മുടെ സെക്ഷൻ അല്ലെ. അപ്പൊ അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പി ബി ബൈ എഫ് സി കെ ബി ഡി ഈക്വൽ ടു K1 പ്ലസ് K2 പി ബൈ എഫ് സി കെ. അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ബി എക്സും പി ബി വൈയും കണ്ടുപിടിക്കണം. അപ്പം പി ബി എക്സ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേജർ ആക്സിസ് ആണ് കൺസിഡർ ചെയ്യുക. മേജർ ആക്സിസ് കൺസിഡർ ചെയ്തിട്ട് ഡി ഡാഷ് ബൈ ഡി എടുക്കണം. അതായത് മേജർ ആക്സിസിലെ ഡയമെൻഷൻ ഡി ആണ്. അപ്പൊ ഡി ഡാഷ് ബൈ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുപോലെ ഇപ്പം ബി ആണ് പി ബി വൈ ആണ് വേണ്ടതെങ്കിൽ ഡി ഡാഷ് ബൈ ബി ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം പി ബി എക്സ് ആണെങ്കിൽ നമ്മൾ ഡയമെൻഷൻ ഡി എടുക്കണം. അതായത് ഡി ഡാഷ് ബൈ ഡി വാല്യൂ കാണുമ്പോൾ ക്യാപിറ്റൽ ഡി എടുക്കണം. പി ബി വൈ ആണെങ്കിൽ ഡി ഡാഷ് ബൈ ബി ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ എഴുതുക. ഇപ്പം പി ബി എക്സ് ആണെങ്കിൽ ഡി ഡാഷ് ബൈ ഡി വാല്യൂ എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഡി ഡാഷ് ബൈ ഡി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും. ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര K1 വാല്യൂ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതേപോലെ ഈ ടേബിളിന്റെ അകത്ത് K2 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഇക്വേഷനിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ബി എക്സ് കിട്ടും. ഇനി പി ബി വൈ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഡി ഡാഷ് ബൈ ബി കൊടുക്കുക, എത്രയാ വാല്യൂ നോക്കുക, അതിനനുസരിച്ചിട്ടുള്ള റെക്ടാങ്കുലർ സെക്ഷന്റെ K1 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക, K2 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് തിരിച്ച് ഇവിടെ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ബി വൈ കിട്ടും. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പി ബി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പേജ് നമ്പർ 171 SP16. അപ്പൊ അതിന്റെ ഇക്വേഷൻ പി ബി ബൈ എഫ് സി കെ ബി ഡി ഇസിക്വൽ ടു K1 പ്ലസ് K2 പി ബൈ എഫ് സി കെ. അപ്പൊ നമുക്ക് ആദ്യം മേജർ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് പി ബി എക്സ് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ പി ബി എക്സ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡറിങ് മേജർ ആക്സിസ്, ഞാൻ മേജർ ആക്സിസ് കൺസിഡർ ചെയ്യാണ്. അപ്പൊ മേജർ ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇക്വേഷൻ മാറി, പി ബി എക്സ് ആയി അല്ലെ. പി ബി എക്സ് ബൈ എഫ് സി കെ ബി ഡി ഈക്വൽ ടു K1 പ്ലസ് K2 ഇൻറ്റു പി ബൈ എഫ് സി കെ. അപ്പൊ ഞാൻ ഡി ഡാഷ് 60 അസ്യൂം ചെയ്തു. അപ്പൊ ഡി ഡാഷ് ബൈ ഡി മേജർ ആക്സിസ് ആകുമ്പോൾ ഡി ഡാഷ് ബൈ ഡി ആണ് എടുക്കേണ്ടത്. അപ്പൊ 60/400 ചെയ്ത് കഴിഞ്ഞാൽ 0.15 എന്ന് പറഞ്ഞു. അപ്പൊ ഡി ഡാഷ് ബൈ ഡി കിട്ടി. അപ്പൊ ഇക്വേഷൻ ഇതാണ്. ഞാൻ മേജർ ആക്സിസ് കൺസിഡർ ചെയ്തുകൊണ്ട് പി ബി എക്സ് ആണ്. ഇനി ഇത് ഈ ഡി ഡാഷ് ബൈ ഡി വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് K1 K2 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ K1 K2 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾ 60 പോയി കഴിഞ്ഞാൽ ഡി ഡാഷ് ബൈ ഡി 0.15 ആണ്. അപ്പം 0.05, 0.10, 0.15. അപ്പൊ ഈ ഒരു കോളം ആണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് K1 വാല്യൂ എന്ന് പറയുന്നത് 0.196 ആണ്. അപ്പൊ K1 വാല്യൂ 0.196. ഓക്കെ, K1 കിട്ടി. ഇനി അടുത്ത K2 വാല്യൂ നോക്കണം. K2 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഡി ഡാഷ് ബൈ ഡി വാല്യൂ 0.15. ഇതില് നോക്കിയാല് ടു ഓപ്പോസിറ്റ് സൈഡിൽ ഈക്വൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്ന കേസും ഉണ്ട് റെക്ടാങ്കുലറിൽ. അതുപോലെ തന്നെ 4 സൈഡിലും ഒരുപോലെ കൊടുക്കുന്ന കേസും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 4 സൈഡ്സിലും ഈക്വൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നതാണല്ലോ നമുക്ക് വേണ്ടത് അല്ലെ. അപ്പം ഈ ഒരു റോ ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഈ ഒരു റോയിൽ 0.15 വരുന്നത് എവിടെയാണ്? ഡി ഡാഷ് ബൈ ഡി വാല്യൂ ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ 3 വാല്യൂസ് ഉണ്ട്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് FI വാല്യൂസും നിങ്ങൾക്ക് കാണാം. 250, 415, 500. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ഏതാണ്? തീരെ 415 ആണ്. അപ്പൊ 415 കറസ്പോണ്ടിങ് ആയിട്ട് 0.15 ഡി ഡാഷ് ബൈ ഡി വാല്യൂ വരുന്ന എത്രയാന്ന് നോക്കാം. 0.203 അല്ലേ. 415 ഡി ഡാഷ് ബൈ ഡി 0.15. അപ്പൊ K1 എന്ന് പറയുന്നത് 0.196, K2 എന്ന് പറയുന്നത് 0.203. ഓക്കെ, അപ്പൊ ആ 2 വാല്യൂസ് കിട്ടും. അപ്പൊ ആ 2 വാല്യൂസ് കൊണ്ടുവന്നിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇക്വേഷൻ. നമ്മുടെ ഇക്വേഷൻ ഇതാണ്. പി ബി എക്സ് ബൈ എഫ് സി കെ ബി ഡി ഇസിക്വൽ ടു K1 പ്ലസ് K2 ഇൻറ്റു പി ബൈ എഫ് സി കെ. അപ്പൊ K1 വാല്യൂ 0.196 ആണ്, K2 0.203 ആണ്. അപ്പോൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പി ബി എക്സ് ഡിവൈഡ് ബൈ എഫ് സി കെ 30, P 300, D 400 ഈക്വൽ ടു K1 0.196, K2 0.203 ഇൻറ്റു പി ബൈ എഫ് സി കെ. പെർസെന്റേജ് ഓഫ് സ്റ്റീൽ 3% ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. ഡിവൈഡ് ബൈ എഫ് സി കെ 30.
സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ LHSലുള്ള ഡിനോമിനേറ്റർ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് വരിക. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PBX ഈസ് ഈക്വൽ ടു 778.68 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞു കിട്ടും. അപ്പം PBX ആയി. ഓക്കെ, ഇനി PBY കണ്ടുപിടിക്കണം. PBY കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മൈനർ ആക്സിസ് കൺസിഡർ ചെയ്യണം, അതായത് D'/B എടുക്കണം. അപ്പം PBY ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. PBY by FCK PD is equal to K1 plus K2 into P by FCK. അപ്പൊ അതിൽ D'/B എടുക്കണം. അപ്പൊ D'/B എന്ന് പറയുമ്പോൾ 60/300 ആണ്. ദാറ്റ് ഈസ് 0.2 ആണ് കിട്ടുന്നത്. അപ്പൊ ഈ 0.2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള K1 K2 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ K1 K2 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോയാൽ D'/D വാല്യൂ 0.20, സെക്ഷൻ റെക്ടാങ്കുലർ. അപ്പം K1 വാല്യൂ 0.184. അപ്പൊ അത് കിട്ടി. ഇനി അടുത്ത ടേബിളിൽ K2 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് D'/D വാല്യൂ 0.20, റീഇൻഫോഴ്സ്മെന്റ് ഓൺ 4 സൈഡ്സ്. അപ്പൊ ഇത് ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ ആണ് നോക്കട്ടെ. FE 415, അപ്പൊ 0.028. അപ്പൊ K1 0.184 K2 0.028 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ K1 0.184 K2 0.028. അപ്പൊ PBY by FCK PD is equal to K1 plus K2 into P by FCK. അപ്പൊ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 672.48 കിലോ ന്യൂട്ടൺ എന്നുള്ളതായിരിക്കും. അപ്പൊ നമുക്ക് PBX-ഉം PBY-യും നമുക്ക് കിട്ടി. ഓക്കെ, PBY is equal to 672.48 കിലോ ന്യൂട്ടൺ, PBX is equal to 778.68 കിലോ ന്യൂട്ടൺ. ഇനി ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. KX വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. KX വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് PUZ minus PU divided by PUZ minus PBX ആണ്. അപ്പൊ വാല്യൂസ് ഒക്കെ കൊടുക്കാം. PUZ 2691.9 minus PU 1250 divided by PUZ 2691.9 minus PBX 778.68 ചെയ്ത് കഴിഞ്ഞാൽ 0.75 കിട്ടും. ദാറ്റ് ഈസ് ലെസ് ദാൻ 1 ആണ്. അടുത്ത KY വാല്യൂ കണ്ടുപിടിക്കാം. KY വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഇക്വേഷനിൽ PBY ആണ് കൊടുക്കേണ്ടത്. PBY നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 672.48 ആണ്. അപ്പൊ ആ വാല്യൂ ഇക്വേഷനിൽ കൊടുക്കുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.714 കിട്ടും. ദാറ്റ് ഈസ് ലെസ് ദാൻ 1 ആണ്. ഓക്കെ, 1-നേക്കാളും കൂടാൻ ചാൻസ് ഇല്ല. ഇൻ കേസ് കൂടിയാൽ 1 നമ്മൾ മാക്സിമം എടുക്കാൻ പാടും. ഓക്കെ, അപ്പൊ നമുക്ക് KX KY വാല്യൂ നമുക്ക് കിട്ടി. KX 0.75 KY 0.714. ഓക്കെ, അപ്പൊ റിഡക്ഷൻ ഫാക്ടർ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് KX KY കിട്ടി. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള അഡീഷണൽ മൊമെന്റ് മോഡിഫൈ ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ്സ് ഓർ കറക്റ്റഡ് അഡീഷണൽ മൊമെന്റ്, സ്റ്റെപ്പ് 7. അപ്പൊ നമുക്ക് മോഡിഫൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡിഫിക്കേഷൻ ഫാക്ടർ ഉണ്ട്, KX ആൻഡ് KY. അതുപോലെ അഡീഷണൽ മൊമെന്റ് നമ്മൾ കണ്ടുപിടിച്ചതുണ്ട്. ഇക്വേഷൻ IS 456 ഇക്വേഷൻ പ്രകാരം നമ്മൾ അഡീഷണൽ മൊമെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അഡീഷണൽ മൊമെന്റ് കൂടെ ഈ മോഡിഫിക്കേഷൻ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ് ആക്കി മാറ്റും. അപ്പൊ MAX ഈസ് ഈക്വൽ ടു, അതായത് മോഡിഫൈ ചെയ്തിട്ടുള്ള അഡീഷണൽ മൊമെന്റ് ഞാൻ MAX എന്ന് പറഞ്ഞു തന്നെ കൊടുക്കുകയാണ്. അപ്പം KX into 35.25. ഓക്കെ, KX into 35.25. അഡീഷണൽ മൊമെന്റ് MAX നമുക്ക് നിലവിലുള്ളത് 35.25 ആണ്. അപ്പൊ അതിനെയാണ് മോഡിഫൈ ചെയ്യുന്നത്. അപ്പൊ KX ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.75 into 35.25 that is 26.437 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. അടുത്ത MAY KY into, ഇപ്പൊ നമ്മൾക്ക് നിലവിലുള്ള MAY എന്ന് പറയുന്നത് 42.1875 എന്നുള്ളതാണ്. അപ്പൊ KY into 42.1875 എന്ന് പറയുമ്പോൾ 0.714 into 42.1875. KYന്റെ വാല്യൂ 0.714 ആണ്. അപ്പം നിലവിലുള്ള അഡീഷണൽ മൊമെന്റ് ഇൻ Y ഡയറക്ഷനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ് നമുക്ക് കിട്ടും 30.12 കിലോ ന്യൂട്ടൺ. ഇപ്പൊ 2 മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ് നമുക്കായി. ഈ അഡീഷണൽ മൊമെന്റ് കൂടിയാണ് നമ്മൾ ഇനീഷ്യൽ മൊമെന്റ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ മൊമെന്റ്സ് ആണ്. ഡിസൈൻ മൊമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് MUX-ഉം MUY-ഉം വേണം. ശരിക്കും ആക്ച്വലി അതിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത്. അതായത് ഇപ്പം ഈ അഡീഷണൽ മൊമെന്റ് നമ്മൾ കൺസിഡർ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാ? അവിടെ ബക്ലിംഗ് വരുന്ന അല്ലെങ്കിൽ ആ ബെൻഡിങ് വരുന്നത് കാരണമാണ് അല്ലെ അഡീഷണൽ മൊമെന്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഈ വരുന്ന അഡീഷണൽ മൊമെന്റിനെ നമ്മൾ ഇനീഷ്യൽ മൊമെന്റ് കൂടെ ആഡ് ചെയ്തിട്ട്
നമ്മളൊരു കറസ്പോണ്ടിങ് മൊമെന്റ് എടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അഡീഷണലി വരുന്ന അല്ലെങ്കിൽ ആ ബക്ലിംഗ് വരുന്നതിനെ നമ്മളൊരു അഡീഷണൽ മൊമെന്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ അതും കൂടി ആക്ച്വലി വരുന്ന മൊമെന്റിന്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്ലെൻഡർ കോളത്തിൽ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ ഇനി അടുത്ത ഡിസൈൻ മൊമെന്റ് കണ്ടുപിടിക്കാൻ MUXും MUYയും. അപ്പൊ MUX MUY നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആസ് യൂഷ്വൽ ഇപ്പം ബൈ ആക്സിൽ ബെൻഡിങ്ങിന്റെ ഒരു കേസായി മാറി. MUX MUY പിന്നെ PU 3 വാല്യൂസ്. അപ്പം ആക്സിൽ ലോഡും ബൈ ആക്സിൽ ബെൻഡിങ്ങും വരുന്ന കേസായി. പിന്നെ ബൈ ആക്സിൽ ബെൻഡിങ്ങിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ബാക്കി ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഇൻ കേസ് ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ഇല്ല, MUXോ അല്ലെങ്കിൽ MUYയോ 0 ആണെന്നുണ്ടെങ്കിൽ ഒരു ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് ഉള്ളൂ. അപ്പോൾ യൂണിയാക്സിൽ മൊമെന്റിന്റെ കൺസെപ്റ്റ്, അതായത് ആക്സിൽ ലോഡും യൂണിയാക്സിൽ മൊമെന്റും വരുന്ന കേസ് പ്രകാരം നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ ഇവിടെ MUX എന്ന് പറയുമ്പോൾ ഈ 2 വാല്യൂസ്, അതായത് ഇനീഷ്യൽ മൊമെന്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുപോലെ മൊമെന്റ് ഡ്യൂ ടു മിനിമം എക്സെൻട്രിസിറ്റിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണോ വലുത് അതാണ് നമ്മൾ മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ് കൂടെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ MUY എന്ന് പറയുന്നത് MUIYയും MUEYയും, അതായത് ഇനീഷ്യൽ മൊമെന്റും അതുപോലെ മിനിമം എക്സെൻട്രിസിറ്റി കാരണമുള്ള മൊമെന്റും Y ഡയറക്ഷനിൽ അതിൽ ഏതാണോ വലുത് അതാണ് മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ് കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ മൊമെന്റ് ആക്കി എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ MUX എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. MUIX ആണോ MUEX ആണോ വലുതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത് വെച്ചിരുന്നു അല്ലെ, നേരത്തെ ചെക്ക് ചെയ്തിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു ചെക്ക് ചെയ്യുന്ന പറഞ്ഞിരുന്നു. ഇവിടെ MUEX കിട്ടുന്ന 31.66 ആണ്, അതുപോലെ MUIX കിട്ടുന്ന 34 ആണ്. അപ്പൊ വലുത് ഏതാണ്? MUIX ആണ്. അപ്പൊ MUIX ആണ് മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ് കൂടെ ആഡ് ചെയ്യേണ്ടത് എക്സിന്റെ ടേംസിൽ. ഓക്കെ, അപ്പൊ MUX എന്ന് പറയുമ്പോൾ ഏതാണ് വലിയ വാല്യൂ? MUIX ഈസ് ഗ്രേറ്റർ ദാൻ MUEX. അപ്പൊ MUIX 34 ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്, അതാണ് മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ് കൂടെ ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് 60.437 kN കിട്ടും MUX. ഇനി അതേപോലെ വൈന്റെ ടേംസിൽ നമുക്ക് ചെക്ക് ചെയ്യാം. MUIY എന്ന് പറയുന്നത് 36 kN ആണ്. അതേപോലെ MUEY എന്ന് പറയുന്നത് 27.5 ആണ്. ഇതിൽ വലുത് ഏതാ? MUIY ആണ്. അപ്പൊ MUIY ആണ് മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ് ഇൻ Y ഡയറക്ഷന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൽ MUIY ഈസ് ഗ്രേറ്റർ ദാൻ MUEY. അപ്പൊ MUIY എന്ന് പറയുന്നത് 36 ആണ്, മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ് 30.12 ആണ്. അപ്പൊ അത് ആഡ് ചെയ്തു. അപ്പൊ 36 + 30.12 66.12 kN കിട്ടി. അപ്പൊ MUXും MUYയും നമുക്ക് കിട്ടി. എന്നാൽ ഇത് നമുക്ക് ഉറപ്പിക്കാനായിട്ടില്ല, ഇത് നമുക്ക് ഇതുമായിട്ട് പ്രൊസീഡ് ചെയ്യാനായിട്ടില്ല. കോഡിൽ വേറെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പൊ അത് ജസ്റ്റ് നമുക്ക് നോക്കാം എന്താന്നുള്ളത്. ഇവിടെ ഈ നോട്ടിന്റെ അകത്ത് പറയുന്നത് ഇൻ നോ കേസ് ഷാൾ ദ ഇനീഷ്യൽ മൊമെന്റ് ബി ലെസ് ദാൻ 0.4 MU2. അത് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. അപ്പൊ അത് സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ കറസ്പോണ്ടിങ് ഇനീഷ്യൽ മൊമെന്റ് തന്നെയാണ് എടുത്തത്. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നോർ ദ ടോട്ടൽ മൊമെന്റ് ഇൻക്ലൂഡിംഗ് ദ ഇനീഷ്യൽ മൊമെന്റ് ബി ലെസ് ദാൻ MU2. അതായത് ടോട്ടൽ മൊമെന്റ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള അഡീഷണൽ മൊമെന്റ് ഇനീഷ്യൽ മൊമെന്റും കൂടി ആഡ് ചെയ്തിട്ടുള്ള മൊമെന്റ് ബി ലെസ് ദാൻ MU2 എന്നാ പറയുന്നത്. അപ്പൊ ഒരു കാരണവശാലും ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ടോട്ടൽ മൊമെന്റ് MU2വിനേക്കാളും കുറയാൻ പാടില്ല. അതായത് നമ്മളിപ്പോ MU2X MU2Y നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ നമ്മൾ എടുത്ത് എഴുതിയിരുന്നു. അപ്പൊ അഡീഷണൽ മൊമെന്റും ഇനീഷ്യൽ മൊമെന്റും കൂടി ആഡ് ചെയ്തിട്ടുള്ള ആ ഡിസൈൻ മൊമെന്റ് ഒരു കാരണവശാലും MU2Xനെയും MU2Yനേക്കാളും കൂടാൻ പാടില്ല, കുറയാൻ പാടില്ല. ഓക്കെ, അപ്പൊ MU2Xനെയും MU2Yനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ഓക്കെ ആണ്, എന്നാൽ കുറയാൻ പാടില്ല. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഡിസൈൻ മൊമെന്റ് ആയിട്ട് എടുക്കേണ്ടത് MU2Xും MU2Yയും ആണ്. പറഞ്ഞ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളിവിടെ കിട്ടിയിരിക്കുന്ന ഡിസൈൻ മൊമെന്റ് MU2Xും MU2Y ആയിട്ട് കമ്പയർ ചെയ്യണം. അപ്പൊ ഇതിൽ ഏതാണോ വലുത് അതാണ് നമ്മൾ ഡിസൈൻ മൊമെന്റ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അതായത് ഇപ്പൊ MU2X അല്ലെങ്കിൽ MU2Y എന്ന് പറയുന്നത് ചെറുതാണെങ്കിൽ, ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഡിസൈൻ മൊമെന്റിനേക്കാളും ചെറുതാണെങ്കിൽ ഓക്കെയാണ്. ഇൻ കേസ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ഡിസൈൻ മൊമെന്റ് ആണ് MU2Xനെയും MU2Yനേക്കാളും ചെറുതെങ്കിൽ MU2Xും MU2Y ആണ് ഡിസൈൻ മൊമെന്റ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ നമുക്കിത് നോക്കാം, ചെക്ക് ചെയ്യാം. അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റിൽ തന്നിട്ടുള്ള വാല്യൂസ് നമുക്കറിയാം. MU2X എന്ന് പറയുന്നത് MU2X എന്ന് പറയുന്നത് 40 ആണ്, MU2Y എന്ന് പറയുന്നത് 50 ആണ്. അപ്പൊ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഡിസൈൻ മൊമെന്റ്സ് രണ്ടും 60 മേലെ ഉണ്ട് അല്ലെ. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ MUX 60.437, MUY 66.12 kN. അപ്പൊ MUX എന്ന് പറയുന്നത് MU2Xനേക്കാളും ഗ്രേറ്റർ ആണ്, അതുപോലെ MUY എന്ന് പറയുന്നത് MU2Yനേക്കാളും ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് ഓക്കെ ആണ്, നമുക്ക് ഇതുമായിട്ട് തന്നെ പ്രൊസീഡ് ചെയ്യാം. ഇൻ കേസ് MU2X ആണ് അതുപോലെ MU2Y ആണ് ഗ്രേറ്റർ എങ്കിൽ
നമ്മുടെ ഡിസൈൻ മൊമെന്റ് എന്നുള്ളത് മാറി mu(x) = mu(2x) ആയിരിക്കും. ഡിസൈൻ മൊമെന്റ് ആയിട്ട് എടുക്കേണ്ടത് mu(2x) mu(2y) ആയിരിക്കും. ഇത് ഗ്രേറ്റർ ആണെങ്കിൽ. ഓക്കെ, ക്വസ്റ്റിൽ തന്നിട്ടുള്ള മൊമെന്റ്സ് ഗ്രേറ്റർ ആണെങ്കിൽ, നമ്മളിപ്പം കണ്ടുപിടിച്ച ഡിസൈൻ മൊമെന്റിനേക്കാളും കൂടുതലാണെങ്കിൽ ആ കറസ്പോണ്ടിങ് മൊമെന്റ്സ് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യണം. അതിൽ വലിയ മൊമെന്റ് വെച്ച് ഡിസൈൻ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം കിട്ടിയിരിക്കുന്ന mu(x) mu(y) വെച്ച് തന്നെ നമുക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ mu(x) > mu(2x) and mu(y) > mu(2y) അതുകൊണ്ട് ഓക്കെ ആണ്. നമ്മൾ ഡിസൈൻ മൊമെന്റ്സ് എന്ന് പറയുന്നത് mu(x) 60.437 kN/m, അതുപോലെ mu(y) എന്ന് പറയുന്നത് 66.12 kN/m എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ബൈ ആക്സിൽ ബെൻഡിങ് വരുന്നുണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പം കിട്ടിയിട്ടുള്ളത് അല്ലെ. ബൈ ആക്സിൽ ബെൻഡിങ് 2 മൊമെന്റ്സും ഉണ്ട്, അതുപോലെ ആക്സിൽ ലോഡും ഉണ്ട്. അപ്പൊ നമ്മള് ആക്സിൽ ലോഡും ബൈ ആക്സിൽ ബെൻഡിങ് വരുന്ന കേസിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ചെക്ക് ഫോർ ബൈ ആക്സിൽ ബെൻഡിങ് എന്ന് പറയുന്ന സ്റ്റെപ്പാണ് ചെയ്യുക അല്ലെ. അത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും ബൈ ആക്സിൽ ബെൻഡിങ്ങിന്റെ കേസിൽ സേഫ് ആവുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന പെർസെന്റേജ് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ചെക്ക് ഫോർ ബൈ ആക്സിൽ ബെൻഡിങ് ചെയ്യാം. അപ്പൊ കോഡിൽ പറയുന്ന ചെക്ക് ഫോർ ബൈ ആക്സിൽ ബെൻഡിങ്ങിന്റെ ഇക്വേഷൻ ഇതാണ്: mu(x/mu(x1) raised to alpha n plus mu(y/mu(y1) raised to alpha n shall be less than or equal to 1 എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിൽ mu(x) mu(y) ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട് 60.437 66.12. mu(x1) mu(y1) ഇല്ല, ആൽഫ എന്നും ഇല്ല. ഇത് നമ്മൾ ബൈ ആക്സിൽ ബെൻഡിങ്ങിന്റെ കേസിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് mu(x1) mu(y1) ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ mu(x1) കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മേജർ ആക്സിസ് കൺസിഡർ ചെയ്യണം. ഓക്കെ, മേജർ ആക്സിസ് എടുക്കുക എന്ന് പറയുമ്പോൾ d'/d എടുക്കണം. d'/d വാല്യൂ എന്ന് പറയുന്നത് 60/400 ആണ്. d' നമ്മൾ 60 ആണ് അസ്യൂം ചെയ്തത്, d എന്ന് പറയുന്ന 400 ആണ്. ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ d'/d 0.15. അപ്പൊ d'/d 0.15. റീഇൻഫോഴ്സ്മെന്റ് 4 സൈഡിലും ഒരുപോലെയാണ് കൊടുക്കുന്നത്. അപ്പം അതുണ്ട്. പിന്നെ Fe415 ആണ്. അപ്പൊ Fe415 അതുപോലെ റീഇൻഫോഴ്സ്മെന്റ് 4 സൈഡിലും ഒരുപോലെ d'/d 0.15. അപ്പൊ ഏത് ചാർട്ടാ റെഫർ ചെയ്യേണ്ടത്? ഈ 3 കേസും കൂടി ഒന്നിച്ച് വരുന്നത് ചാർട്ട് നമ്പർ 45 ആണ് അല്ലെ. ചാർട്ട് നമ്പർ 45 ആണ് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ചാർട്ട് തന്നെയാണ്. ചാർട്ട് നമ്പർ 45. ചാർട്ട് നമ്പർ 45 ആണ് വരുന്നത്. d'/d 0.15, Fi415, അതുപോലെ റീഇൻഫോഴ്സ്മെന്റ് ഈക്വലി ഓൺ 4 സൈഡ്സ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് mu(x1) ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ Pu/FCK/BDന്റെ വാല്യൂ വേണം. അപ്പൊ അത് കറസ്പോണ്ടിങ് ആയിട്ട് ഈ P/FCKന്റെ വാല്യൂ എവിടെയാണ് കോയിൻസൈഡ് ചെയ്യുന്നത് അതിന് നേരെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് mu(x1/FCK/BD² കിട്ടും. കാരണം മേജർ ആക്സിസ് കൺസിഡർ ചെയ്തുകൊണ്ട് d'/d എന്ന് പറഞ്ഞു കൊടുത്തതുകൊണ്ട് mu(x1) ആണ് നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് Pu/FCK/BDന്റെ വാല്യൂ P/FCKന്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് വേണം. അപ്പൊ നമുക്ക് നോക്കാം എത്രയാ വരുന്നത് എന്നുള്ള. P/FCK, P പെർസെന്റേജ് നമ്മൾ അസ്യൂം ചെയ്ത് 3% ആണ്, FCK 30 ആണ്. അപ്പൊ 3/30 എന്ന് പറയുമ്പോൾ 0.1 ആണ്. അപ്പൊ P/FCK വാല്യൂ 0.1 ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് Pu/FCK/BD വാല്യൂ. ചാർട്ട് 45 ആണ് റെഫർ ചെയ്യേണ്ടത്. Pu/FCK/BD നോക്കിക്കഴിഞ്ഞാൽ 1250 × 10⁻³ Pu / FCK 30 P 300 400 D. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ 0.347 എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ Pu/FCK/BD 0.347, P/FCK 0.1. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് mu(x1/FCK/BD² എത്രയാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ചാർട്ട് നമ്പർ 45 എടുക്കാം. ചാർട്ട് നമ്പർ 45 ഇതാണ്. Pu/FCK/BD എന്ന് പറയുന്ന 0.347 ആണ്. ഇത് 0.3, 0.32, 0.34, 0.36 ആണിത്. അപ്പം 0.35 എന്ന് പറയുമ്പോൾ കറക്റ്റ് ഹാഫിലായിരിക്കും. 0.347 എന്ന് പറയുമ്പോൾ ഈ ഹാഫിനേക്കാളും കുറച്ച് താഴെയായിരിക്കും. ഓക്കെ, ഹാഫിനേക്കാളും കുറച്ച് താഴെയായിരിക്കും. 0.32, 0.34, 0.347 എന്ന് പറയുമ്പോൾ 347 ഏകദേശം ഞാൻ ഈ ഒരു സ്ഥലത്ത് വെക്കുകയാണ്. ഏകദേശം അവിടെ വെച്ച് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു. അപ്പൊ 0.1 എവിടെയാ അത് ഫിറ്റ് ചെയ്യുന്നത് ഞാൻ നോക്കി.
ഓക്കെ. ഇനി ആ 0.1 ഇന്ററാക്ഷൻ കേവിലെ P/FCK 0.1ന്റെ അവിടെ നിന്ന് ഞാൻ നേരെ താഴോട്ടേക്ക് വരയ്ക്കുകയാണ്. നേരെ താഴോട്ടേക്ക് വരച്ചു കഴിഞ്ഞാൽ അത് വന്ന് പോയിന്റ്സ് ആഡ് ചെയ്യുന്നത് mu/FCK BD² പോയിന്റ്സ് ആഡ് ചെയ്യുന്നത് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇത് 0.1 ആണ്, ഇത് 0.11 ആണ്, ഇതിന്റെ ഇപ്പുറത്ത് 0.12 ആണ്. അപ്പോൾ 0.11ന്റെയും 0.12ന്റെയും ഇടയ്ക്കാണ് വരുന്നത് അല്ലേ. ഇപ്പൊ ഏകദേശം കറക്റ്റ് ഹാഫ് തന്നെയാണ് വരുന്നത്. അപ്പം 0.115 എന്നുള്ള രീതിയിൽ എടുക്കാം. അതായത് mu/FCK BD² = 0.115. അപ്പൊ ഇവിടെ d'/d എടുത്തതുകൊണ്ട് mu(x1/FCK BD² ആണ്. ഓക്കെ. അപ്പം 0.115 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ. അപ്പം mu(x1/FCK BD² 0.115 കിട്ടും. അപ്പൊ mu(x1) എന്ന് പറയുന്നത് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.115 × 30 × 300 × 400², ദാറ്റ് ഈസ് 165.6 kN എന്ന് പറഞ്ഞു കിട്ടും. mu(x1)ന്റെ വാല്യൂ ആയി. ഇനി mu(y1) നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് മൈനർ ആക്സിസ് കൺസിഡർ ചെയ്യണം. അപ്പൊ d'/b ആണ് എടുക്കേണ്ടത് മൈനർ ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പൊ d'/b എന്ന് പറയുമ്പോൾ 60/300 ആണ്. അപ്പൊ 0.2 ആണ് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പൊ d'/b 0.2, fy എന്ന് പറയുന്ന 415, റീഇൻഫോഴ്സ്മെന്റ് 4 സൈഡിലും. ഓക്കെ. അപ്പൊ അത് ഏത് ചാർട്ടാ റെഫർ ചെയ്യേണ്ടത്? ചാർട്ട് നമ്പർ 46 ആണ് റെഫർ ചെയ്യേണ്ടത്. ചാർട്ട് നമ്പർ 46 fy 415 4 സൈഡിലും ഒരുപോലെ, d'/d 0.20. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ PU/FCK BD നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 0.347 ആണ്. അതുപോലെ P/FCK 0.10 ആണ്. അപ്പൊ ചാർട്ട് നമ്പർ 46 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് എടുക്കാം. ഇവിടെ d'/b ആണ്. അതുകൊണ്ട് തന്നെ ബിയും ഡിയും ഈ ഇക്വേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ആവും. അപ്പൊ mu(y1/FCK dB² ആണ് നമുക്ക് ഇവിടെ കിട്ടുക. ടിന്റെ സ്ഥാനത്ത് ബി വരും. അപ്പൊ ബിന്റെ സ്ഥാനത്ത് ഡിയും വരും. അപ്പൊ mu(y1/FCK dB² ആണ്. അത് മറന്നു പോകരുത്, ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് കണ്ടുപിടിക്കാം. ചാർട്ട് നമ്പർ 46 നോക്കിയിട്ട് നമുക്ക് എത്രയാ വരുന്നതെന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ. ഇതാണ് ചാർട്ട് നമ്പർ 46. അപ്പൊ ചാർട്ട് നമ്പർ 46 നമുക്ക് 0.347 എടുക്കാം. ഇത് 0.3, 0.32, 0.34, 0.347 എന്ന് പറയുന്ന ഏകദേശം ഇവിടെ എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുകയാണ്. ഓക്കെ. 0.347 കുറച്ച് താഴ്ത്തണം. ഓക്കെ. അപ്പൊ 0.1 ആയിട്ട് പോയിന്റ്സ് ആഡ് ചെയ്യുന്നത് എവിടെയാന്നുള്ള കിട്ടി. ഏകദേശം ഈ ഒരു പൊസിഷനിലാണ്. അപ്പൊ ഞാൻ 0.1 താഴോട്ടേക്ക് വരയ്ക്കാണ്. ഇവിടെ അടച്ച് ആയിട്ടുള്ള ഞാൻ നേരെ താഴോട്ടേക്ക് വരച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയാ. ഓക്കെ. ഏകദേശം ഇങ്ങനെയാ കിട്ടുന്നത്. അപ്പൊ ഈ വാല്യൂ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് 0.1 ഇതാണ്. എന്നാൽ 0.1 കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. 0.11 എത്തിയിട്ടില്ല. എന്നാൽ 0.1ന്റെ ഹാഫ് എത്തിയിട്ടില്ല. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് 0.105 എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ. mu(y1/FCK BD². ഇല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് വരുന്ന വീണ്ടും ഒരു വാല്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. അതായത് 0.105ന്റെയും 0.1ന്റെയും ഇടയ്ക്ക് വരുന്ന ഒരു വാല്യൂ അസ്യൂം ചെയ്യാം. ഓക്കെ. 0.105 എടുക്കാം. അതിനേക്കാളും ചെറിയൊരു വാല്യൂ വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഞാനിവിടെ ഏകദേശം 0.103 ആയിരിക്കും വരിക എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. ഓക്കെ. ഞാൻ എന്റെ ഒരു അസംഷനിൽ എടുക്കുകയാണ്. 0.105 എത്തിയിട്ടില്ലല്ലോ. അപ്പൊ അതിന് മുമ്പായതുകൊണ്ട് ഞാൻ 0.103 ആണ് എത്തുക എന്നുള്ളൊരു അസംഷനിൽ ഞാൻ എടുക്കുകയാണ്. ഓക്കെ. അപ്പം നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ PU/FCK BD 0.347, mu(y1/FCK dB² ഞാൻ 0.103 എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. അപ്പൊ 0.105 എടുത്താലും തെറ്റില്ല. ഞാൻ അതും 0.105 എത്താത്തത് കൊണ്ട് അതിന്റെ രണ്ടിന്റെയും 0.1ന്റെയും 0.105ന്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് ഞാൻ ഒരു വാല്യൂ എടുക്കുന്നു മാത്രം. ഓക്കെ. നിങ്ങൾക്ക് 0.105 എടുക്കുകയാണെങ്കിൽ എടുക്കാം. അപ്പൊ mu(y1) എന്ന് പറയുന്നത് എന്ത് കിട്ടും? 0.103 × 30 × 400 × 300² ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ FCK dB² ആണ്. അത് മറന്നു പോകരുത്. B² ആണ് വരിക. 300² വരും. ചെയ്ത് കഴിഞ്ഞാൽ 111.24 kN എന്ന് പറഞ്ഞു കിട്ടും. അപ്പം mu(x1) mu(y1) ആയി. ഇനി ആ ഇക്വേഷൻ ആൽഫ n എന്ന് പറയുന്ന ടേം ആണുള്ളത് ബൈ ആക്സൽ ബെൻഡിങ്ങിന്റെ ഇക്വേഷൻ. അതിന് PU/PUZ വാല്യൂ കണ്ടുപിടിക്കണം. PUZ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ 1250/PUZ2691 ദാറ്റ് ഈസ് 0.464 എന്ന് പറഞ്ഞു കിട്ടും PU/PUZ. അപ്പൊ ആൽഫ n എന്ന് പറയുമ്പോൾ PU/PUZ 0.2 ആകുമ്പോൾ ആൽഫ n വാല്യൂ 1, 0.8 ആകുമ്പോൾ ആൽഫ n വാല്യൂ 2. ഓക്കെ. PU/PUZ 0.2 ആകുമ്പോൾ ആൽഫ n വാല്യൂ 1, 0.8 ആകുമ്പോൾ 2.
അപ്പൊ 0.46 കറസ്പോണ്ടിങ് ആയിട്ട് ഇന്റർപോളേഷൻ ചെയ്യണം. ഇന്റർപോളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1.44 എന്നാണ് ആൽഫ എൻ. ഓക്കെ, അപ്പൊ ആ വാല്യൂ നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് എല്ലാ ടേംസുമായി mu(x)/mu(x1) raised to alpha n plus mu(y)/mu(y1) raised to alpha n is equal to mu(x) എന്ന് പറയുന്നത് 60.437 ആണ്, ഡിവൈഡ് ബൈ mu(x1) നമുക്ക് ഇപ്പം കിട്ടി 165.6 raised to 1.44 പ്ലസ് mu(y) 66.12 ആണ്, mu(y1) 111.24 ആണ്. ഓക്കെ, അപ്പൊ raised to 1.44 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.234 പ്ലസ് 0.4727 ദാറ്റ് ഈസ് 0.706 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ 0.706 എന്ന് പറയുന്നത് 1-നേക്കാളും കുറവാണ്. ഓക്കെ, അപ്പം ഇത് സാറ്റിസ്ഫൈ ചെയ്തു, കണ്ടീഷൻ ഓക്കെ ആണ്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന പെർസെന്റേജ് ഓക്കെ ആണെന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. അതായത് 3% റീഇൻഫോഴ്സ്മെന്റ് കൊടുത്താൽ ഈ ഒരു കോളം സേഫ് ആയിരിക്കും എന്നുള്ള രീതി കിട്ടും. ഓക്കെ, ഹെൻസ് ദ അസ്യൂംഡ് പെർസെന്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഈസ് സാറ്റിസ്ഫൈഡ് ആൻഡ് സേഫ് അഗെയിൻസ്റ്റ് ബൈ ചെയ്തിട്ടുണ്ട്, ഇത് സേഫും ആണെന്നുള്ള രീതിയിലേക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഈ അസ്യൂം ചെയ്തിരിക്കുന്ന പെർസെന്റേജിന് കറസ്പോണ്ടിങ് ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. അപ്പം ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് AAC is equal to P/100 into B into D. അപ്പോൾ ഇവിടെ പെർസെന്റേജ് 3% ആണ്. അപ്പോൾ 3/100 into 300 into 400 ചെയ്താൽ 3600 mm² ആണ്. അപ്പോൾ ഞാൻ 25 mm ബാർ അസ്യൂം ചെയ്തു. നമ്പർ ഓഫ് ബാർസ് ചെക്ക് ചെയ്തപ്പോൾ 7.33 എന്ന് കിട്ടി. That is 8 numbers of bars എനിക്ക് പ്രൊവൈഡ് ചെയ്യാം. 8 numbers of 25 mm ഡയാ ബാർസ് പ്രൊവൈഡ് ചെയ്യാം. ഇനി AAC പ്രൊവൈഡഡ് എത്രയായിരിക്കും? 5/4 into 25 square into 8 that is 392.99 mm². അപ്പോൾ ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആയി 8 ബാർ 25 mm ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. 8 ബാർ 25 mm. അതിനുശേഷം ഈ ലാറ്റർ ടൈസ് ഡിസൈൻ ചെയ്യാം. ഡയമീറ്റർ ഓഫ് ലാറ്റർ ടൈസ് 1/4 into ഡയ ഓഫ് ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂണൽ ബാർ. ഇവിടെ ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂണൽ ബാർ എന്ന് പറയുന്നത് 25 ആണ്. സ്മോളസ്റ്റും എല്ലാം സെയിം ഡയമീറ്റർ ആയതുകൊണ്ട് 25 തന്നെയാണ്. അപ്പോൾ 1/4 into 25 6.25. രണ്ടാമത്തെ 6 mm, ഇതിൽ വലുത് 6.25 ആണ്. അപ്പോൾ അതിലും വലിയ ഡയമീറ്റർ 8 mm ആണുള്ളത്. Therefore provide 8 mm dia lateral ties. ഇനി അടുത്ത spacing should not be greater than least of the following. ആദ്യത്തെ 16 into dia of smallest longitudinal bar. അപ്പോൾ dia of smallest largest ഒക്കെ 25 ആയതുകൊണ്ട് 16 into 25 that is 400 mm. least lateral dimension എന്ന് പറയുന്നത് 300. മൂന്നാമത്തെ 300. ഇതിൽ ഏറ്റവും ചെറുത് 300 തന്നെയാണ്. അപ്പോൾ പ്രൊവൈഡ് 300 mm സ്പേസിംഗിലാണ് നമുക്കിപ്പം ഈ ബാർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ therefore provide 8 mm dia bars at 300 mm center to center spacing. ഇനി ഫിഗർ വരയ്ക്കാം. ഡയമെൻഷൻ 400, 300, എഫക്റ്റീവ് കവർ 60 മാർക്ക് ചെയ്തു. ഓക്കെ, 8 ബാർസ് ആണ്. അപ്പോൾ 8 ബാർസ് മാർക്ക് ചെയ്തു. 4 കോർണേഴ്സിന് 4 സെൻട്രലുമായിട്ട് മാർക്ക് ചെയ്തു. കോർണേഴ്സിലുള്ള 4 ബാർസിന് കറസ്പോണ്ടിങ് ആയിട്ട് ടൈ പ്രൊവൈഡ് ചെയ്തു. മിഡിലുള്ള മെയിൻ ബാർസിന് കറസ്പോണ്ടിങ് ആയിട്ട് ടൈ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തു 8 numbers of 25 mm ഡയമീറ്റർ ബാർസ്. അതുപോലെ ടൈസും 8 mm ഡയാലാറ്റർ ടൈസ് 300 mm സെൻറ്റർ ടു സെൻറ്റർ. അതുപോലെ ലോഞ്ചിറ്റ്യൂണിന്റെ സെക്ഷൻ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. അപ്പം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂണിൽ അതിന്റെ ഹൈറ്റ് വൈസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ബാർ കാണാം. അപ്പോൾ അത് വരച്ചു. നടുക്കുള്ള ഈ ബാർ കാണാം, ഈ ബാറും കാണാം, 3 ബാർ കാണാം. അതുപോലെ തന്നെ ലാറ്റർ ടൈസ് കറസ്പോണ്ടിങ് ആയിട്ട് ഹൊറിസോണ്ടലിയും പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ 8 numbers of 25 mm ഡയമീറ്റർ ബാർസ് ആണ് ഹൈറ്റ് വൈസ് വരുന്ന ബാർസ്. അതുപോലെ ലാറ്റർ ടൈസ് 8 mm ഡയാലാറ്റർ ടൈസ് 300 mm സെൻറ്റർ ടു സെൻറ്റർ. ഇതാണ് ലോഞ്ചിറ്റ്യൂഡ്. ഇത്രയാണ് ഈ പ്രോബ്ലത്തിൽ ചെയ്യാനായിട്ടുള്ളത്.